അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. വയനാട് നെയ്ക്കുപ്പിയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കുള്ളൻ കൊമ്പനെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഐനിമല ഭാഗത്ത് കുളത്തിൽ വീണ് ചരിഞ്ഞ നിലയിലാണ് കാട്ടാനയെ കണ്ടെത്തിയിരിക്കുന്നത്. വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ ആഷിഖ് റഹ്മാൻ വയനാട്ടിൽ നിന്ന് നൽകും. ആഷിഖ്, എപ്പോഴാണ് ഈ ആനയെ ചരിഞ്ഞ നിലയിലൊക്കെ കണ്ടെത്തുന്നത്? ആ മേഖലയിൽ വലിയ രീതിയിൽ ഭീതി പരത്തിയിരുന്ന ഒരു കൊമ്പനെയാണല്ലോ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംഗീത, ഇന്ന് രാവിലെയാണ് ഈ പുഴയിൽ ഈ ഒരു കുട്ടിക്കൊമ്പൻ്റെ ഈ ഒരു മൃതദേഹം ജഡം കണ്ടെത്തിയത്. ഈ പ്രദേശത്ത് വലിയ രീതിയിൽ ശല്യം ഉണ്ടാക്കിയ ഒരു ആനയാണിത്. പ്രത്യേകിച്ച് അവിടെയുള്ള കെട്ടിടങ്ങളും അതുപോലെ വാഹനങ്ങളും അടക്കം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ആന തകർത്തിരുന്നു. ഒരു കുട്ടിക്കൊമ്പനാണ്. ആ ഒരു കുട്ടിക്കൊമ്പൻ വലിയ രീതിയിൽ അവിടെ ഫെൻസിങ് അടക്കം തകർത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഫെൻസിങ്ങിൻ്റെ അടിയിലൂടെ വരാവുന്നൊരു വലിപ്പം മാത്രമേ ഉള്ളൂ. അതിനാൽ തന്നെ ഫെൻസിങ് യഥാർത്ഥത്തിൽ ഈ ആനയെ അവിടുന്ന് തടഞ്ഞു തന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വനാതിർത്തി കടന്നുകൊണ്ട് ഫെൻസിങ്ങും മറികടന്നുകൊണ്ട് ഈ പ്രദേശത്ത് എത്തുകയും വലിയ രീതിയിൽ വാഹനങ്ങളും കെട്ടിടങ്ങളും അടക്കം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഇന്ന് രാവിലെ ഈ വനാതിർത്തിയോട് ചേർന്ന ഒരു പുഴയിൽ ഈ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. എന്താണ് സംഭവിച്ചെന്നൊരു കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ ശക്തമായ മഴയിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളത്തിൽ വീണുപോയി അപകടത്തിൽപ്പെട്ടതാണോ അതോ മറ്റെന്തെങ്കിലും അപകടമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വനവകുപ്പ് എത്തി അതിൻ്റെ പരിശോധനകൾ ആരംഭിച്ചതിൽ നിന്നും പ്രാഥമികമായും അവർക്ക് എന്തെങ്കിലും ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടില്ല. അത് കൃത്യമായി പുഴയിൽ വീണതിനാൽ തന്നെ അത്തരത്തിലൊരു അപകടം സംഭവിച്ചതാകുമെന്നാണ് വനവകുപ്പ് അധികൃതരും പ്രാഥമികമായി അറിയിക്കുന്ന ഒരു കാര്യം. എന്തായാലും അതിലൊരു സൂക്ഷ്മമായ പരിശോധന നടക്കേണ്ടതുണ്ട്. എന്തായാലും വനവകുപ്പ് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒരു അപകട കാരണത്തിൻ്റെ പൊരുൾ തേടി ഒരു അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. സംഗീത. ശരി ആഷിഖ്.